നമ്മുടെ ഇന്നത്തെ യാത്ര കൊട്ടാരക്കരയിലേക്കാണ്. കൊട്ടാരക്കര നല്ല കീഴിൽ ഒരു പരിപാടി നടക്കുന്നുണ്ട്. അപ്പൊ ആ പരിപാടി കാണാനായിട്ടുള്ള യാത്രയാണ്. നമ്മൾ കൊട്ടാരക്കരയാണ് നിൽക്കുന്നത്. കൊട്ടാരക്കര നമ്മൾ നമ്മുടെ വിനീത് ശ്രീനിവാസന്റെ ഗാനമേള കാണാൻ വന്നേക്കാണ്. അപ്പൊ നമ്മൾ ഗാനമേള കാണാം. ബാക്കി ഇനി ഗാനമേള കണ്ടിട്ടു. അപ്പൊ നമ്മൾ കൊട്ടാരക്കര അമ്പലത്തിന് മുമ്പ് നമ്മളെ കൊട്ടാരക്കര റെയിൽവേ പാലം നമ്മൾ കുണ്ട്ര പോകുന്ന റൂട്ടിൽ അവിടെയാണ് പരിപാടി. അമ്പലക്കര പാട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. ഓമന പുഴക്കടപ്പുറത്തിന്നോമന് ആ പാട്ടാ. പരിപാടി തുടങ്ങിയെന്ന് തോന്നല്ലോ ഗൈസ്. ആദ്യം നമ്മൾ ഈ പരിപാടിക്ക് വിനയണ്ണന്റെ പരിപാടിക്ക് പോകാനൊക്കെ മടിച്ചു നിന്നേ കേട്ടോ. കൊട്ടാരക്കരയൊക്കെ പോകണം, ലേറ്റ് ആവുമെന്നൊക്കെ കരുതി നിന്നയാ. പക്ഷെ പോയില്ലായിരുന്നെങ്കിൽ ഭയങ്കരമായ നഷ്ടമായേനെ. നല്ലപോലെ ആസ്വദിച്ച് കേൾക്കാനും നല്ലപോലെ അടിച്ച് പൊളിക്കാനും പറ്റിയ കുറച്ച് പാട്ടുകളൊക്കെ ഉള്ള ഒരു പരിപാടി. നമുക്ക് നല്ല അടുത്ത് തന്നെ, സ്റ്റേജിനോട് അടുത്ത് തന്നെ സീറ്റ് കിട്ടിയിരിക്കാനൊക്കെ. കുറച്ചു നേരം ഇരുന്നുള്ളൂ. പിന്നെ കസേരയൊക്കെ എല്ലാവരും എടുത്ത് മാറ്റി. വിനീതണ്ണൻ തന്നെ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് കാണരുത്, നല്ല രീതിക്ക് അടിച്ച് പൊളിച്ച് കാണണം എന്ന് പറഞ്ഞപ്പോഴത്തേന് നമ്മൾ കസേരയും കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് എല്ലാവരും എടുത്ത് മാറ്റി. ഡാൻസ് കളിയും പാട്ടും മേളമൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മുടെ ലൈഫിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന മൂവ്മെൻറ്റുകളൊക്കെ ഉണ്ടല്ലോ, ഇതുപോലെ നമ്മളെ ഉത്സവം ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ അടിച്ച് പൊളിച്ചിരിക്കും. കൂടെ പാടാൻ പറഞ്ഞത് കൂവലായോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. എന്തായാലും രസമുള്ള പരിപാടിയായിരുന്നു. കൊട്ടാരക്കരയിൽ മാത്രം കണ്ട ഒരു പ്രത്യേക പാതിര കാഴ്ച. അതുകൊണ്ട് തട്ടത്തിലും മുടിയിലൊക്കെ തട്ടിത്തെറിഞ്ഞു പോകുന്നുണ്ട്. വെളിച്ചത്തിലേക്ക് ഓരോ തവണ വരുമ്പോഴും പെണ്ണിന്റെ മുച്ചു കൂടിക്കൂടി വന്നു. അന്ന് ആ വരാന്തയിൽ വെച്ച് ഞാൻ മനസ്സിലുറപ്പിച്ചു, മറ്റൊരുത്തന്നെ ഇവിടെ വിട്ടുകൊടുക്കൂലെന്ന്. ഈ ഉമ്മച്ചിക്കുട്ടി ഇവിടെ എന്റെയാണ്. പാടുവോ? വിനീതെണ്ണം മാത്രമല്ല, ഈ രണ്ടെണ്ണവും പിന്നെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ഇവരെല്ലാം പൊളിച്ചു കേട്ടോ, നല്ല കിടിലായിരുന്നു. വിനീതെണ്ണൻ നല്ല സ്ലോലി ആയിട്ടുള്ള പാട്ട് പാടുമ്പോഴത്തേന് ഇവർ നല്ല അടിച്ചുപൊളി പാട്ടൊക്കെ പറ്റി നമ്മളെ നല്ല ഡാൻസിന്റെ മൂഡിലെത്തിക്കും.
വിനീതണ്ണന്റെ പരിപാടിക്ക് നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഒന്ന് ലൈവായിട്ട് നമ്മൾ നല്ല പാട്ടും കേൾക്കണം, പിന്നെ എൻ്റെ ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് സോങ് ആയിട്ടുള്ള നമ്മുടെ ദർശന അതും കേൾക്കണം എന്ന് ആഗ്രഹിച്ച് തന്നെ അങ്ങോട്ട് വന്നത്. എന്തായാലും അത് സാധ്യമായി. ഇതൊക്കെ കൂടാതെ വിനീതണ്ണ 2-3 സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അടിപൊളി പരിപാടിയായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. മണ്ണിൽ ഇന്ന് വിനീതണ്ണന്റെ പരിപാടി പൊളിയായിരുന്നു. നമ്മൾ പൊളിച്ചിട്ടുണ്ട്, നമ്മൾ വിനീതണ്ണനെ പൊളിച്ചടിക്കിട്ടുണ്ട്. എല്ലാവരും കാണണം. അപ്പോൾ ലൈക്ക് ചെയ്യണം കേട്ടോ. ഉത്സവ സീസൺ അല്ലേ, എല്ലാവരും ഈ പരിപാടി